നമസ്കാരം. എന്റെ പേര് അപർണ. ഞാൻ ഇടുക്കി തൊടുപുഴ സ്വദേശിനിയാണ്. സെന്റ് തോമസ് കോളേജ് പാലായിൽ ബിവോക് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ 3ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് ഞാൻ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ജൈവകൃഷിയിൽ ഏറ്റവും ഉപയോഗിക്കുന്ന മിത്ര ബാക്ടീരിയയായ സ്യൂഡോമോണാസ് ഫ്ലോറസൻസിനെ പറ്റിയാണ്. സാധാരണ കർഷകരെല്ലാം കേട്ടിരിക്കുന്ന ഒരു പേരാണ് സ്യൂഡോമോണാസ്. കർഷകരുടെ മിത്രമായിട്ടാണ് സ്യൂഡോമോണാസ് അറിയപ്പെടുന്നത്. സസ്യങ്ങൾക്ക് പുഷ്ടിയോടെ വളരാനും പൂവിടാനും ശിഖരങ്ങൾ ഉണ്ടാവാനുമായിട്ട് മണ്ണിലെ ജൈവാംശത്തിന്റെ സാമീപ്യത്തിൽ നിരന്തരം പ്രവർത്തിക്കുന്ന നിരവധി ജീവാണുക്കളിൽ ഒന്നാണ് സ്യൂഡോമോണാസ് ഫ്ലോറസൻസ് എന്ന മിത്ര ബാക്ടീരിയ. മണ്ണിൽ നിന്ന് തന്നെ വേർതിരിച്ചെടുത്ത സ്യൂഡോമോണാസിനെ ലബോറട്ടറിയിൽ അതിന്റെ കൾച്ചറിൽ വളർത്തിയെടുത്ത് ഒരു പ്രത്യേക മീഡിയയിൽ മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത്. പ്ലാന്റ് ഗ്രോത്ത് റൈസോബാക്ടീരിയയുടെ കൂട്ടത്തിലാണ് കാർഷിക ശാസ്ത്രലോകം സ്യൂഡോമോണാസിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് 2 വിധത്തിലാണ് ചെടികൾക്ക് അനുഭവപ്പെടുന്നത്. ഒന്നാമതായി, ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ഓക്സിൻ, സൈറ്റോകൈനിൻ എന്നീ ഹോർമോണുകൾ വിത്തുകൾ മുതൽ സസ്യങ്ങളുടെ എല്ലാ വളർച്ചാ കാലഘട്ടത്തിലും അതിന്റെ വളർച്ചയെ പരിപോഷിപ്പിക്കുന്നു. രണ്ടാമതായി, ഇവ ഉൽപ്പാദിപ്പിക്കുന്ന കുമിൾനാശക സംയുക്തങ്ങൾ രോഗകാരികളായ കുമിളുകളെ നശിപ്പിക്കുന്നു. അതുപോലെ തന്നെ നിമാവിരകളുടെ നിയന്ത്രണത്തിനും സ്യൂഡോമോണാസ് ഉപയോഗിക്കുന്നു. സ്യൂഡോമോണാസ് തയ്യാറാക്കേണ്ട വിധം: സാധാരണയായി പൊടി രൂപത്തിലും ദ്രാവക രൂപത്തിലുമാണ് സ്യൂഡോമോണാസ് വിപണിയിൽ നിന്നും ലഭ്യമാകുന്നത്. പൊടി രൂപത്തിലുള്ള സ്യൂഡോമോണാസ് ആണെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം എന്ന അളവിലും, ദ്രാവക രൂപത്തിലുള്ള സ്യൂഡോമോണാസ് ആണെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ 5 മില്ലി എന്ന അളവിലുമാണ് ലായനി തയ്യാറാക്കേണ്ടത്. സ്യൂഡോമോണാസിന്റെ ഉപയോഗക്രമങ്ങൾ: ഒന്നാമതായി, നടാനുള്ള വിത്തുകൾ അവ കുതിരാൻ ആവശ്യമായ സമയത്തോളം സ്യൂഡോമോണാസ് ലായനിയിൽ മുക്കിവെക്കുക. രണ്ടാമതായി, പറിച്ചു നടാനുള്ള തൈകൾ 1 മണിക്കൂറോളം സ്യൂഡോമോണാസ് ലായനിയിൽ മുക്കിവെക്കുക. മൂന്നാമതായി, സസ്യങ്ങളുടെ വേരുപടലം നനയാൻ പാകത്തിന് സ്യൂഡോമോണാസ് ലായനി മേൽമണ്ണിൽ ഒഴിച്ചു കൊടുക്കുക. നാലാമതായി, വിളയുടെ വളർച്ചാ സ്വഭാവം അനുസരിച്ച് മണ്ണിലും ചെടിയിലും സ്പ്രേ ആയി സ്യൂഡോമോണാസ് ഉപയോഗിക്കാവുന്നതാണ്. മാസത്തിൽ 1-2 തവണ സ്യൂഡോമോണാസ് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് ചെടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. സ്യൂഡോമോണാസ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. സ്യൂഡോമോണാസ് വിപണിയിൽ നിന്നും വാങ്ങുമ്പോൾ അതിന്റെ എക്സ്പയറി ഡേറ്റ് അഥവാ സൂക്ഷിപ്പ് കാലാവധി ശ്രദ്ധിച്ചു വാങ്ങുക. ഇതിന്റെ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 6 മാസമായിരിക്കും. 160 രൂപ വിലയുള്ള 1 കിലോ പാക്കറ്റായിട്ടാണ് സ്യൂഡോമോണാസ് വിപണിയിൽ നിന്നും ലഭിക്കുന്നത്. സ്യൂഡോമോണാസ് ഒരിക്കൽ തുറന്നാൽ മുഴുവനായും അപ്പോൾ തന്നെ ഉപയോഗിച്ച് തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് സാധിച്ചില്ലെങ്കിൽ സൂര്യപ്രകാശം ഏൽക്കാത്ത രീതിയിൽ സൂക്ഷിച്ചു വെക്കുക. ലായനി തയ്യാറാക്കാൻ ലവണാംശം കൂടുതലുള്ള ജലം ഉപയോഗിക്കരുത്. തയ്യാറാക്കിയ ലായനി 2 മണിക്കൂറിലേറെ കാത്തുവെക്കരുത്. രാസവളം, കുമ്മായം ഇവ ചേർത്ത് ഒരാഴ്ച കഴിഞ്ഞതിനു ശേഷം മാത്രമേ സ്യൂഡോമോണാസ് മണ്ണിൽ ചേർക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ചാരം ചേർത്ത മണ്ണിലും ഉടനെ സ്യൂഡോമോണാസ് ഉപയോഗിക്കാൻ പാടില്ല. സ്യൂഡോമോണാസ് പകൽ സമയത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ വെയിലിന്റെ ചൂടിൽ ആ ബാക്ടീരിയ നശിച്ചു പോകുന്നു. അതുകൊണ്ട് രാവിലെയോ വൈകിട്ടോ ആയിട്ട് സ്യൂഡോമോണാസ് ചെടികളെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ 1 ലിറ്റർ സ്യൂഡോമോണാസ് ലായനി തയ്യാറാക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. ഇതാണ് സ്യൂഡോമോണാസ് ഫ്ലോറസൻസ് എന്ന മിത്ര ബാക്ടീരിയ. സ്യൂഡോമോണാസ് ഒരു ജൈവ കുമിൾനാശിനിയാണ്. അതുകൊണ്ട് തന്നെ അതിന് വളരാനും പെരുകാനും ഏറ്റവും നല്ലത് ഒരു ജൈവ ലായനിയിലാണ്. ഇന്ന് ഞാനിവിടെ 1 ലിറ്റർ സ്യൂഡോമോണാസ് ലായനി തയ്യാറാക്കാനായിട്ട് ചാണകത്തിന്റെ തെളിയാണ് എടുത്തിരിക്കുന്നത്. ചാണകത്തെളി എന്ന് പറഞ്ഞാൽ ഒരു പിടി പച്ചച്ചാണകം വെള്ളത്തിൽ കലക്കി 2 മിനിറ്റ് വെച്ചതിന് ശേഷം അതിന്റെ തെളി എടുക്കുന്നതാണ്. 1 ലിറ്റർ ചാണകത്തിന്റെ തെളി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 20 ഗ്രാം സ്യൂഡോമോണാസ്, ഇത് ഏകദേശം 20 ഗ്രാം സ്യൂഡോമോണാസ് ഉണ്ട്. ഇത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇതിന്റെ പൊടിയെല്ലാം അടിയിൽ അടിഞ്ഞിട്ട് തെളി തന്നെയായിട്ട് മുകളിൽ ഊറി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ ചെടികൾക്ക് തളിച്ചു കൊടുക്കുന്നത്. ഇത് 1 ലിറ്റർ വെള്ളത്തിൽ സ്യൂഡോമോണാസ് കലക്കിയതാണ്. ഇത് പൊടി രൂപത്തിലുള്ളതായതുകൊണ്ട് ഇതിന്റെ പൊടിയെല്ലാം അടിയിൽ അടിഞ്ഞിട്ട് തെളി തന്നെയായിട്ട് മുകളിൽ ഊറി വന്നിട്ടുണ്ട്. ഈ തെളിയാണ് നമ്മൾ ചെടികൾക്ക് തളിച്ചു കൊടുക്കുന്നത്. അല്ലാത്ത പക്ഷം ചെടികളുടെ ഇലകളിൽ ഇതിന്റെ പൊടി വന്നടിയുകയും പ്രകാശ സംശ്ലേഷണം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മുടെ വീട്ടുവളപ്പിലെ ആന്തൂറിയം ചീയൽ, ജാതിയുടെ കായപ്പൊഴിച്ചിൽ, ചീരയിലെ ഇലപ്പുള്ളി രോഗം എന്നിവയ്ക്കൊക്കെ സ്യൂഡോമോണാസ് ഉപയോഗിക്കാവുന്നതാണ്. രോഗനിയന്ത്രണത്തിന് മാത്രമല്ല ചെടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും സ്യൂഡോമോണാസ് ഉപയോഗിക്കുന്നു.
എന്താണ് സ്യൂഡോമോണാസ് എന്നും എന്തൊക്കെയാണ് ഇതിന്റെ ഉപയോഗക്രമങ്ങളെന്നും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നന്ദി.